ഹായ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വീഡിയോയിട്ട് 3-4 ദിവസം കഴിഞ്ഞു. കുറച്ച് തിരക്കിലായിപ്പോയി. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഉള്ള ഒരു ഓട്ടത്തിലാണ്. ആ ഓട്ടം ഏകദേശം ഇനിയുണ്ട് ഒരു 2-2.5 മാസത്തെ ഒരു പുതിയൊരു യാത്ര. ആ യാത്ര കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഞാനത് പറയാം എന്താണെന്ന്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൗ ടു റെസ്പെക്റ്റ് യുവർ സെൽഫ്. നമുക്ക് എങ്ങനെ നമ്മളെ ബഹുമാനിക്കാൻ സാധിക്കും, നമ്മളെ സ്നേഹിക്കാൻ സാധിക്കും. അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അതിലൂടെയൊക്കെ പോയാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അന്നേരം എനിക്ക് മറന്നു പോകാതിരിക്കാനും ഇടയ്ക്ക് വെച്ച് കട്ടായി പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ആ മെയിൻ പോയിൻറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ എന്നെ വിലയിരുത്തുന്നത് ഒരു മറ്റുള്ളവരെ നോക്കിയിട്ടാവരുത്. മറ്റുള്ളവരുടെ കണ്ണിലൂടെ ഒരിക്കലും ഞാൻ എന്നെ കാണാൻ പാടില്ല. മറ്റുള്ളവർ ഒരു പക്ഷേ എന്നെക്കുറിച്ച് നല്ലത് പറയുന്നവരുണ്ടാകാം, മോശം പറയുന്നവരുണ്ടാകാം. ഇപ്പം എന്നോട് നല്ലത് പറഞ്ഞിട്ട് പുറത്തു പോയി മോശമായിട്ട് എന്നെക്കുറിച്ച് പറയുന്നവരുണ്ടാകാം. പിന്നെ എന്താ പറയുക, രണ്ടിനും ഇടയിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ടാവാം ഇല്ലേ. അപ്പോൾ നമ്പർ 1, ഞാൻ എന്താണെന്ന് എന്നിൽ മാത്രം ബോധിപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് ഞാൻ നല്ലതുപോലെ പഠിക്കുക. ആദ്യം ഞാനെന്ന വ്യക്തി എന്താണ്, എൻ്റെ ക്യാരക്ടർ എന്താണ്, എൻ്റെ പോസിറ്റീവ് എന്താണ്, എൻ്റെ നെഗറ്റീവ് എന്താണ്, ഞാൻ എന്തിനാണ് മാറ്റം വരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളെ തന്നെ വിലയിരുത്താനായിട്ട് ശ്രമിക്കുക. നമ്പർ 2, മറ്റുള്ളവരുടെ മുമ്പിലുള്ള യാചനകൾ അങ്ങ് അവസാനിപ്പിക്കുക. നമ്മൾ കൂടുതലും മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്ന എന്നെ ഒന്ന് മനസ്സിലാക്കണേ, എന്നെ ഒന്ന് വിശ്വസിക്കണേ, എന്നെ ഒന്ന് സ്നേഹിക്കണേ, എന്നെ ഒന്ന് പരിഗണിക്കണേ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണേ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക്, അതായത് സ്നേഹത്തിന് വേണ്ടിയാണ് മനുഷ്യൻ കൂടുതലും മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാണ് നമ്മൾ സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെന്തിനാണ് യാചിക്കുന്നത്? നമ്മളെ അങ്ങ് സ്നേഹിച്ചാൽ പോരെ, നമ്മളെ അങ്ങ് ഒന്ന് ചേർത്ത് പിടിച്ചാൽ പോരെ. നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മളോട് തന്നെ ഒന്ന് സംസാരിച്ചാൽ പോരെ. മറ്റുള്ളവർ ശ്രോതാക്കളായിട്ട് ഇരുന്നാലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ലോകത്ത് നമ്മളെ കൊണ്ടല്ലേ പറ്റൂ. അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണ്ടേ. പിന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ചാരാനായിട്ട് പോകുന്നത്? ഒരിക്കലും ആരെയും ചാരാൻ പോകരുത്. നമ്മൾ ചാരാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു പക്ഷേ അത് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. 3-ാമത്തെ കാര്യം, മറ്റുള്ളവരിൽ നമ്മളിപ്പം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സഹായിക്കും. പക്ഷേ സഹായിക്കേണ്ട എന്നല്ല, സഹായിച്ചോ, പക്ഷേ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വേണം സഹായിക്കാൻ. നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ അയാളുടെ ബുദ്ധിമുട്ടിലൊന്ന് സഹായിച്ചാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്നെ തിരിച്ച് സഹായിക്കും. ഒരിക്കലും ഇല്ല. നമ്മളെ തൃശ്ശൂർ പൂരത്തിന് കണ്ട പരിചയം പോലും ഇവരാരും കാണിക്കത്തില്ല. അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളോട് ചേർന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചിലരുടെ വീടുകളിൽ പോകുന്നത് ചിലർക്ക് സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും, ചിലർക്ക് അതിനോട് താല്പര്യമില്ലായിരിക്കും. അങ്ങനെയുള്ളവരുടെ അടുത്ത് പരമാവധി പോകാതിരിക്കുക. നമ്മൾ നമ്മുടെ ഉള്ള സൗകര്യത്തിൽ, ഉള്ള ജീവിതത്തിൽ തൃപ്തി കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതായിരിക്കും ഒരു പരിധിവരെ നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് കൊണ്ടുപോകാനുള്ള ഏക വഴി. നമുക്ക് സ്ഥാനമില്ലാത്തടത്ത് നിൽക്കാതിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ വന്നാൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അവരെ പരിഗണിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അവരുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് അതേ ബഹുമാനവും അതേ സ്നേഹവും അതേ പരിഗണനയും അവർ തരണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. ഇതിനോടൊപ്പം ചേർത്ത് പറയാം, നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോകുമ്പോൾ ഒരിക്കലും അവർ കഴിച്ചു കഴിഞ്ഞിട്ടും കഴിക്കാൻ വേണ്ടി ഇരിക്കരുത്. അവർ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ കഴിച്ചു തീർക്കുക. അതായത് നമുക്ക് വിശപ്പുണ്ടെങ്കിൽ പോലും നമ്മുടെ വിശപ്പ് അവിടെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. കൂടുതൽ കഴിക്കാതിരിക്കുക. നമുക്ക് അർഹതപ്പെട്ടതിൽ കൂടുതൽ ആഹാരം വേറൊരാളുടെ വീട്ടിൽ ചെന്ന് കഴിക്കാതിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം,
നമ്മൾ നമുക്ക് വേണ്ടി കുറേ സമയം മാറ്റി വെക്കുക. നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിക്കുക. നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയം, നമുക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ, നമുക്ക് വേണ്ടി ചിലവാക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും വേസ്റ്റല്ല. അത് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. നമ്മളെ സ്നേഹിക്കുക. ഓക്കെ. ഇനി മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയാനുള്ള മനോഭാവം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് പോകുന്നത്? മറ്റുള്ളവരെ പഴിക്കാനും കുറ്റം പറയാനും മോശം വാക്കുകൾ പറയാനൊന്നും നമ്മൾ നിൽക്കണ്ട. നമ്മൾ നമ്മുടെ ലൈഫോട് മുമ്പോട്ട് പോവുക. കാരണം നമുക്കൊരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള വ്യക്തിയാണ് ഞാനെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എൻ്റെ ഗോൾസും എനിക്ക് എന്തെല്ലാം അച്ചീവ് ചെയ്യാൻ കിടക്കുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയൂ. എനിക്ക് എന്നെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട, നമ്മുടെ ഡെയിലി ലൈഫ് വരെ നമുക്ക് പ്ലാൻ ചെയ്യാം. രാവിലെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് രാത്രി കിടക്കുന്നത് വരെയുള്ള അത്രയും ടൈമിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം. അതായത് ഞാൻ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം എനിക്ക് കുറേ നാളത്തേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ വേണം നമ്മൾ ഓരോ ദിവസവും ആഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. ഒരിക്കലും വിജയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. നമ്മൾ നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്കൊരു കാര്യം നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ലൈഫ് എവിടെ പോയി അവസാനിക്കണം, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെല്ലാം നേടിയെടുക്കണം എന്നുള്ള വ്യക്തമായ പ്ലാനിങ് നമുക്ക് നമ്മുടെ ലൈഫിലുണ്ടാവണം. പ്ലാനിങ് ഉണ്ടായാൽ മാത്രം പോരാ, അത് നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യണം. നമ്മളോട് പറയണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഏറ്റവും പ്രധാനം ആത്മവിശ്വാസം ഉണ്ടാവണം. പിന്നെ കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. ആത്മവിശ്വാസവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ എത്ര വലിയൊരു ആഗ്രഹവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും നമ്മൾ കൊടുക്കേണ്ടി വരത്തില്ല. ഈ 2 കാര്യങ്ങൾ മതി. കണ്ടിന്യൂസ് നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. 10 പ്രാവശ്യം ശ്രമിച്ചു, പരാജയം, വീണ്ടും ശ്രമിക്കുക. നമുക്ക് വിജയം കണ്ടെത്തുന്നത് വരെ നമ്മൾ അതിൻ്റെ പിറകെ ഓടിക്കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും വിജയിക്കാതിരിക്കത്തില്ല. ഇതിന് ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. എൻ്റെ ലൈഫ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. ഇനി നമ്മളത് ചെയ്തു കൊടുക്കുമ്പം അത് നമ്മളെപ്പോലെ സ്ട്രഗിൾ ചെയ്ത് ലൈഫ് എന്താണ്, ഇനി എന്തെങ്കിലും നേടാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷനായിരിക്കും. അത് ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷനായിരിക്കും. നമ്മൾ ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ ഒന്നുകൊണ്ടില്ല. നമ്മുടെ ലൈഫ് കാണുന്ന, നമ്മളെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം നമ്മളെ കാണുന്നില്ല. അന്നേരം അയാൾ അന്വേഷിക്കുന്നത് എന്തു പറ്റി. അന്നേരമാണ് അയാൾ ഇന്ന സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. അന്നേരം അതായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഒരു പ്രേരണയാണ് നമുക്ക്. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും എന്നുള്ള ഒരു പ്രേരണയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഓരോരുത്തരും അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണനയെ നമ്മൾ അവർക്ക് കൊടുക്കാവൂ. ആവശ്യത്തിൽ കൂടുതൽ സ്നേഹമോ, ആവശ്യത്തിൽ കൂടുതൽ വൈരാഗ്യമോ, ആവശ്യത്തിൽ കൂടുതലുള്ള പങ്കുവയ്ക്കലോ ഒന്നും നടത്തരുത്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ അനുഭവിച്ചു തരുന്ന സ്ട്രഗിളും ബുദ്ധിമുട്ടും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇന്ന് നമ്മൾ പറയുന്നു, അയാൾക്കതുണ്ട്, അയാൾക്കിതുണ്ട്, അയാൾ അത് നേടി, അയാൾ ഇത് നേടി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അയാൾക്കതുണ്ട്, ഇതുണ്ട്, അത് നേടി, ഇത് നേടി എന്ന് പറയാൻ ആ ഒരു സ്റ്റേജിൽ വരാൻ അയാൾ അനുഭവിച്ച ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് മെൻ്റൽ ഡിപ്രഷനുണ്ട്. അത് അയാൾക്ക് മാത്രം അറിയാവുന്നൊരു സത്യമാണ്. അപ്പോൾ അതുണ്ട്, ഇതുണ്ട് മറ്റുള്ളവർക്കെന്ന് പറയാൻ നിൽക്കുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു ലാസ്റ്റ് പോയിന്റ്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൽ സത്യസന്ധത, നീതി, ഇത് രണ്ടും പുലർത്തിയാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്ത് ദൈവം നമുക്ക് തന്നോളും. മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, എന്ത് രീതിയിൽ വേണമെങ്കിലും നമ്മളെക്കുറിച്ച് അവർ ചിത്രീകരിച്ചോട്ടെ. പക്ഷേ നമ്മളെന്താണെന്ന് നമുക്കറിയാവുന്നിടത്തോളം കാലവും നമ്മുടെ പ്രവൃത്തി നീതിപൂർവമാണെന്ന് സമൂഹവും മനുഷ്യരും വിലയിരുത്തുന്നതിന് ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നീതിപൂർവമാണെങ്കിൽ നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവും.
ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നാലും ദൈവത്തിൻ്റെ ഒരു ചെറിയൊരു വിരൽ തുമ്പ് മതി നമുക്കൊന്ന് കയറിപ്പോവാനായിട്ട്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഒരു ഇൻസ്പിറേഷൻ ആകുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.